ഇത് നടക്കാതെ വന്നപ്പോൾ ഇൻഡസ്ട്രി മൊത്തം ചീത്ത വിളിക്കുക. ഈ പറയുന്നത് അങ്ങനെ കണ്ടാൽ മതി. കിട്ടാത്ത മുന്തിരിയെ പുളിക്കുമല്ലോ. ഇത്രയൊക്കെ പാർശ്വമായിട്ടുള്ള മേഖലയാണ് സിനിമയെങ്കിൽ വേറെ ആരും എന്തുകൊണ്ടാണ് റിയാക്ട് ചെയ്യാത്തത്? വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ലൈംഗിക ചൂഷണങ്ങളെപ്പറ്റി ഇപ്പോഴാണ് പലരും പ്രതികരിക്കുന്നത്. ആരെയും പേടിക്കേണ്ടാത്തൊരു അറ്റ്മോസ്ഫിയർ വരുമ്പോഴല്ലേ എല്ലാം തുറന്നു പറയാനുള്ള ധൈര്യം ഉണ്ടാവുന്നത്. എന്തോ എനിക്കറിയില്ല. എൻ്റെ അറിവിൽ ഈ പറഞ്ഞ പ്രശ്നങ്ങളൊന്നും ഫിലിം ഇൻഡസ്ട്രിയിലില്ല. മോഡലിംഗ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരെ വളച്ചൊടിച്ച് പോർട്ട്ഫോളിയോ ചെയ്യിപ്പിച്ച് അതിൽ നിന്നും കമ്മീഷൻ വാങ്ങുന്ന ഒരു പതിവ് നരേഷനുണ്ടോ? ഉത്തരം പറയണമെന്നില്ല. നരേഷ് പോർട്ട്ഫോളിയോ ചെയ്യിപ്പിച്ചവരൊക്കെ ഇപ്പോഴും ഇൻഡസ്ട്രിയിലുണ്ടോ? ഇതിനൊരു ഭാഗ്യവും കഴിവും വേണം. എന്നെ സംബന്ധിച്ച് എല്ലാവരുടെ പ്രൊഫൈൽസ് എനിക്കൊരു പോലെയാണ്. എനിക്ക് വരുന്ന ക്ലയൻസിന്റെ റിക്വയർമെന്റ്സ് അനുസരിച്ച് മോഡൽസിന്റെ പോർട്ട്ഫോളിയോ കാണിച്ചു കൊടുക്കും. റെസ്റ്റ് അവരുടെ ഇഷ്ടങ്ങളാണ്. ദേ ഡിസൈഡ്സ് ആൻഡ് ഐ യൂസ് ടു ഗോ വിത്ത് ദെയർ വിൽ. വളരെ ചുരുങ്ങിയ കാലം കൊണ്ടാണ് നരേഷ് കാസ്റ്റിംഗ് ഡയറക്ടറായി സിനിമയിൽ എത്തിപ്പെടുന്നത്. ആ സമയത്ത് നരേഷിൻ്റെ കൂടെ ഒരു പാർട്ട്ണർ ഉണ്ടായിരുന്നു. ഇപ്പോൾ അദ്ദേഹം കൂടെയില്ല. അയാൾ എന്തുകൊണ്ടാണ് പോയത്? ഞങ്ങൾ പരസ്പരം പിരിഞ്ഞതാണ്. സിനിമയിൽ കാസ്റ്റിംഗ് കൗച്ചുണ്ടെന്ന് നരേഷ് വിശ്വസിക്കുന്നുണ്ടോ? ഇല്ല. കാസ്റ്റിംഗ് കൗച്ചുള്ളത് കൊണ്ടാണ് നരേഷ് പെട്ടെന്ന് സിനിമയിൽ എത്തിപ്പെട്ടെന്ന് ഞാൻ പറഞ്ഞ നോ കമന്റ്സ്. പക്ഷേ ഇല്ല എന്ന് നരേഷിന് പറയാൻ പറ്റില്ലല്ലോ. പറ്റില്ല. 2012 കസ്ബ പോലീസ് സ്റ്റേഷനിൽ ഒരു കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു. നരേഷിന്റെ പിന്നിൽ വലിയൊരു ലോബി തന്നെ ഉണ്ടെന്നും അവരുടെ പിടിപാട് എത്രത്തോളമാണെന്ന് തിരിച്ചറിയാൻ രജിസ്റ്റർ ചെയ്ത കേസ് എങ്ങനെ ഇല്ലാതായെന്ന് ഊഹിച്ചാൽ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അപ്പൊ പിന്നെ ഈ കേസും ശരിക്കും അത് എന്ത് കേസായിരുന്നു എന്ന് ഞാൻ പറയണോ നരേഷ്? നരേഷിനെ പറ്റി ദേവികയ്ക്ക് ഒന്നും അറിയില്ല. അറിഞ്ഞിരുന്നെങ്കിൽ നരേഷുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് പോലും ദേവിക കീപ്പ് ചെയ്യില്ലായിരുന്നു.